സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചെയർപേഴ്സണെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം അൽവിൻ മാത്യു. അൽവിൻ മാത്യു എത്തും. അപ്പൊ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ആൽവിൻ മാത്യു ഉണ്ടല്ലോ, ലൈനിലുണ്ട് അല്ലേ? പോയി ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ നീതിമാനും നിത്യനുമായ ദൈവമേ, രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യൂത്ത് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടുവാൻ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചെയർപേഴ്സണായിരിക്കുന്ന ഹല്ലേലൂയ ആൽവിൻ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ലീഡ് ചെയ്യുവാൻ നിന്റെ ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സെക്രട്ടറി ആയിരിക്കുന്ന അഭിലാഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഹല്ലേലൂയ ജാൻ ജേസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നേർനിരയിലായിരിക്കുന്ന തോമസ് ചെറിയാനങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷൻ നടക്കുന്ന സകല പ്രോഗ്രാമും അനുഗ്രഹമായി തീർന്ന ഇന്ന് രാത്രികാലം നടക്കുന്ന സകല പ്രോഗ്രാമുകളും ഭംഗിയും ചന്തോചിതമായി ചെയ്തെടുക്കാൻ സഹായിക്കണം. പ്രോഗ്രാം ഏറ്റിരിക്കുന്ന ഓരോ വ്യക്തികളും കൃത്യമായി തന്നെ കടന്നു വരുവാൻ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നെറ്റിൻ്റെതായിട്ടുള്ള യാതൊരു വിധമായ പ്രോബ്ലം ഉണ്ടാകാതെ കാത്ത് പരിപാലിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കൃപ കൂടെ ഇരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിന്നെ സിസ്റ്റർ പോയോ? പക്ഷേ അൽവിനെ വിളിക്കുകയായിരുന്നു. അൽവിനെ കേറാൻ പറ്റുന്നില്ല എന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. കേറുന്നുണ്ട് പക്ഷേ വേറെ സെല്ലിൽ നിന്ന് കേറാമെന്ന് പറഞ്ഞു. കേറുന്നില്ല പാസ്റ്റേ. സിസ്റ്റർ ലീഡ് ചെയ്യുന്നിട്ടും എല്ലാവരും കയറുമ്പോഴത്തേനെ നെറ്റിന്റെ പ്രോബ്ലം വല്ലതും ആയിരിക്കും. ലീഡ് ചെയ്തു വരാം. നമ്മുടെ നന്ദി പറയാനായിട്ട് ജാനറ്റിനെ വിളിക്കാം. നമുക്ക് വർഷിപ്പിനായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ക്ഷണിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സണ് നെറ്റിന്റെ ഏതോ കംപ്ലൈന്റ് ആകുന്നുണ്ട്. ഓൺലൈനിൽ വരാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് വർഷിപ്പ് തുടങ്ങാം. അതിനായിട്ട് നമ്മുടെ ജിനിമോൾ ആൻഡ് ഗ്രൂപ്പിനെ ഞാൻ പ്രത്യേകം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും വർഷിപ്പിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്നേഹം കർത്താവിനെ പാടിയത്. വർണ്ണിക്കും ഞാനൻ പ്രാണപ്രിയൻ മനോഹരതനിത്യവും. വർണ്ണിക്കും ഞാനൻ പ്രാണപ്രിയൻ മനോഹരതനിത്യവും. ഇരവു പകരഞ്ഞേ യാമങ്ങളോരോ നിന്നി വാഴ്ത്തിപ്പുകട്ടും അത്യുച്ചനാദമായി. ഇരവു പകരഞ്ഞേ യാമങ്ങളോരോ നിന്നി
വർണ്ണിക്കും ഞാനൻ പ്രാണപ്രിയൻ മനോഹരതനിത്യവും കൺമണി പോൽ നീ കാവൽ ചെയ്യും കാണി നേരം കൈവിടാതെ കൺമണി പോൽ നീ കാവൽ ചെയ്യും കാണി നേരം കൈവിടാതെ കാരകതുല്യം മിന്നും സൽപ്രഭ കലർന്നെന്നും കാന്തൻ വരവു കാത്തു കാത്തുച്ചിരുന്നു കാരകതുല്യം മിന്നും സൽപ്രഭ കലർന്നെന്നും കാന്തൻ വരവു കാത്തു കാത്തുച്ചിരുന്നു വർണ്ണിക്കും ഞാനേ പ്രാണപ്രിയൻ മനോഹരതനിത്യവും വർണ്ണിക്കും ഞാനേ പ്രാണപ്രിയൻ മനോഹരതനിത്യവും ജയോത്സവമായി വഴി നടത്തും മരുഭൂവേ മത്രാണനാഥൻ ജയോത്സവമായി വഴി നടത്തും മരുഭൂവേ മത്രാണനാഥൻ തിരുവചനമെന്റെ പാതയ്ക്കു ദീപം നൽകും ബഹുലദേശത്തെത്തി സമാശ്വസിക്കും തിരുവചനമെന്റെ പാതയ്ക്കു ദീപം നൽകും ബഹുലദേശത്തെത്തി സമാശ്വസിക്കും വർണ്ണിക്കും ഞാനേ പ്രാണപ്രിയൻ മനോഹരതനിത്യവും വർണ്ണിക്കും ഞാനേ പ്രാണപ്രിയൻ മനോഹരതനിത്യവും പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ നമ്മുടെ വർഷിപ്പ് നമുക്ക് കേൾക്കാനിടയായി. അതിനായിട്ട് ജിനിമോളോടും ജിൻസിമോളോടും നന്ദി അറിയിക്കുന്നു. ദൈവം കൂടുതൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മക്കളെ. ഗോഡ് ബ്ലെസ് യു. അടുത്തത് നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടതായിരുന്നു നമ്മുടെ വെൽക്കം സ്പീച്ച് ആണ്. നമ്മുടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ എല്ലാവരും കടന്നു വരാൻ താമസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വെൽക്കം സ്പീച്ച് രണ്ടാമതേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പ്രോഗ്രാം നമ്മുടെ വെൽക്കം ആണ്. നമുക്കതിനായി പ്രിയപ്പെട്ട നമ്മുടെ യൂത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ ഇവാഞ്ചലിക്കൽ റെവറൻഡ് നമ്മുടെ സ്റ്റീഫൻ ജേക്കബ് അവറുകളെ ഞാൻ വളരെ ഹാർദമായി ഈ ഒരു സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജാനറ്റിനെ വിളിക്കും. ജാനറ്റിനെ ഓക്കെ, വെൽക്കം പറയാനാ പാസ്റ്ററെ. ഹലോ, വെൽക്കം. ഓക്കെ ഓക്കെ. ഹലോ പാസ്റ്ററെ. ജാനറ്റിനെ വിളിക്കാൻ വെൽക്കം സ്പീച്ചിൽ. പ്രൈസ് ദി ലോർഡ്. വെൽക്കം സ്പീച്ചിനായി നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ജാനറ്റ് ജെയ്സനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യമായി ഇന്നത്തെ യൂത്ത് മീറ്റിംഗിലേക്ക് ഇന്നത്തെ ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീന സിസ്റ്ററെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് അവരുകളെയും ഈ യൂത്തിന്റെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിനിസ്ട്രിയുടെ ഫൗണ്ടറും ചെയർമാനും ആയിരിക്കുന്ന തോമസ് അങ്കലിനെയും കുടുംബത്തെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബിനു കെ കുരുവിള അങ്കിളിനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി പാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് ചാക്കോ പാസ്റ്റർ എന്നിവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
താങ്ക് യു ജോയിന്റ് സെക്രട്ടറി ജാനറ്റ് മോളെ. വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു വെൽക്കം സ്പീച്ച് നടത്തുകയും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്തതിൽ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മോളെ. അടുത്തായി നമുക്ക് നോക്കാം നമ്മുടെ വചനം. നമുക്കറിയാം വചനം ദൈവമാണ് അല്ലെ. നമ്മുടെ ഏത് പ്രോഗ്രാമിനും നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയോടെ നമ്മുടെ ബൈബിൾ വായിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ബൈബിൾ റീഡിങ്ങിന് സങ്കീർത്തനം വായനയ്ക്കായി സിസ്റ്റർ സ്മിതയെ ക്ഷണിച്ചു കൊടുക്കുന്നു. സിസ്റ്റർ സ്മിത. ആഡിയോ ഓഫ് ആണ്. ആഡിയോ ഒന്ന് ഓൺ ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ സങ്കീർത്തനം 27 വായിക്കുകയാണ്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്നും കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ആമേൻ. ആമേൻ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? നമ്മുടെ യഹോവ നമുക്ക് വെളിച്ചവും രക്ഷയും ആകുന്നു. വചനത്തിലൂടെ നമ്മളെ വീണ്ടും ഓർപ്പിച്ചത് സിസ്റ്ററിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സ്മിത സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഇനി ഇതുപോലെ നല്ല നല്ല പ്രോഗ്രാമുകളിലേക്ക് കടന്നു വരാൻ സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാം, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അടുത്തത് റിപ്പോർട്ട് വായനയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് അടുത്ത നമ്മുടെ പ്രോഗ്രാമിലുള്ള ഭാഗം. അത് TIP യൂത്ത് സെക്രട്ടറി സിസ്റ്റർ ഡീന KJ ആണ്, ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചെയർപേഴ്സന്റെ അഭാവത്തിൽ ഈ പ്രോഗ്രാം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ചെയർപേഴ്സൺ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിപ്പോർട്ട് വായനയിലേക്ക് ഞാൻ കടക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നമുക്ക് ഇത്രയും നല്ല ഒരു അവസരം നൽകിയ ദൈവത്തിന് ആദ്യമായി നമുക്ക് നന്ദി സമർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട TIP ഫൗണ്ടർ ഓഫ് ചെയർപേഴ്സൺ തോമസ് ചെറിയാൻ അങ്കിൾ, ആന്റി ആൻഡ് ഫാമിലി, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, നമ്മുടെ സെക്രട്ടറി സണ്ണി മത്തായി പാസ്റ്റർ, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ജോസഫ് ചാക്കോ പാസ്റ്റർ, യൂത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റീവൻ പാസ്റ്റർ, കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദേവദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ കൃത്യമായി വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. 15/1/2024 രാത്രി 8 മണിയോടുകൂടി നമ്മുടെ 11ാമത്തെ യൂത്ത് ഫെലോഷിപ്പ് സിസ്റ്റർ ജമീമ സന്നിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. TIP ഹൈദരാബാദ് കോർഡിനേറ്റർ ബ്രദർ സജു തങ്കച്ചൻ അവർ പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് അന്നത്തെ പ്രോഗ്രാം ആരംഭിച്ചു. തുടർന്ന് ബ്രദർ അൽവിൻ മാത്യു വർഷിപ്പ് നടത്തുകയും
വെൽക്കം സ്പീച്ച് ഫാസ്റ്റർ സ്റ്റീവൻ ജേക്കബ് അവർ നടത്തുകയും ചെയ്തു. ശേഷം ബൈബിൾ റീഡിംഗ് സിസ്റ്റർ മിനിമോൾ KJ നടത്തി. തുടർന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് അവതരണമായിരുന്നു. TIP യൂത്ത് സെക്രട്ടറി സിസ്റ്റർ ബീന KJ യൂത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടിൽ മറ്റു ഭേദഗതി ഒന്നും വരുത്താതെ ബ്രദർ അൽവിൻ മാത്യു പാസ്സാക്കുകയും സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ പിന്താങ്ങുകയും ചെയ്തു. ശേഷം ഒരു സോളോ സോങ് പ്രിസ്കില്ല ബിജോയ് ആലപിച്ചു. തുടർന്ന് സിസ്റ്റർ ജെസ്സി ജോർജ് കുവൈറ്റ് വെറൈറ്റി സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. 4 ലൈൻ പാട്ട് പാടി അതിന്റെ കണ്ടന്റ് പറയുക എന്നതായിരുന്നു ആ പ്രോഗ്രാം. ഇതിൽ സ്നേഹ ബിജോയ്, സിസ്റ്റർ ബീന, ക്വിസ് മാസ്റ്റർ ഫാസ്റ്റർ സ്റ്റീവൻ എന്നിവർ ഓരോരോ പോയിന്റുകൾ നേടി അവിടെ കരസ്ഥമാക്കുകയും ചെയ്തു. ശേഷം ഒരു ആക്ഷൻ സോങ് ആയിരുന്നു, അത് പ്രീസിസ് ആൻഡ് പ്രിസ്കില്ല നടത്തി. തുടർന്ന് തമിഴ് ആക്ഷൻ ഡാൻസ് സിസ്റ്റർ ജസ്വീന ആൻഡ് സിന്ധുജ നടത്തുകയും ചെയ്തു. ശേഷം അന്വേഷിച്ച് കണ്ടെത്തുക എന്ന പ്രോഗ്രാം സിസ്റ്റർ ജാനറ്റ് വളരെ ഭംഗിയായി നടത്തുകയും അതിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇതിൽ ജെസ്സി ജോർജ് കുവൈറ്റ് 4 പോയിന്റുകൾ നേടുകയും ജമീമ സന്നി 3 പോയിന്റുകൾ, സ്നേഹ 1 പോയിന്റ്, സ്റ്റീഫൻ പാസ്റ്റർ 1 പോയിന്റ്, അനു 1 പോയിന്റ് നേടുകയും ചെയ്തു. അടുത്തത് ഒരു സോളോ സോങ് അറ്റ്ലീന ബിജോയ് ആലപിച്ചു. തുടർന്ന് സിസ്റ്റർ ജാൻസി ജെയ്സൺ ബൈബിൾ ക്വിസ് നടത്തുകയും ഇതിൽ പോയിന്റുകൾ കരസ്ഥമാക്കിയവർ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു ചോദിച്ചിരുന്നത്. അതിൽ സിസ്റ്റർ ജെസ്സി ജോർജ് 1 പോയിന്റ്, സിസ്റ്റർ ബീന 1 പോയിന്റ്, സ്നേഹ 1 പോയിന്റ്, അതുപോലെ തന്നെ ബ്രദർ സജു 1/2 പോയിന്റ്, ഡെൽന 1 പോയിന്റ്, ക്വിസ് മാസ്റ്റർ 2 പോയിന്റും സിസ്റ്റർ ജാനറ്റ് 4.5 പോയിന്റുകൾ നേടി 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഒരു ക്വസ്റ്റ്യനും 2 പേർക്ക് ഓരോ പോയിന്റ് ഉണ്ട്. അത് ഒരുമിച്ച് ഉത്തരം പറഞ്ഞതിനാണ് അങ്ങനെ കൊടുത്തത്. ശേഷം ഒരു സോളോ സോങ് സിസ്റ്റർ ഹെപ്സിബ ആലപിക്കുകയും ചെയ്തു. തുടർന്ന് യൂത്ത് വൈസ് പ്രസിഡന്റ് മനോഹരമായ ഒരു തമിഴ് സോങ് ആലപിക്കുകയും ചെയ്തു. വോട്ട് ഓഫ് താങ്ക്സ് സിസ്റ്റർ ജാനറ്റ് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രോഗ്രാമുകൾ അവസാനത്തെ നിമിഷത്തിലേക്ക് എത്തുകയും സിസ്റ്റർ ജാനറ്റ് വോട്ട് ഓഫ് താങ്ക്സ് പറയുകയും യൂത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റീവൻ ജേക്കബ് പാസ്റ്റർ അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് അന്നത്തെ യോഗം അവിടെ അവസാനിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാനുണ്ടെങ്കിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും മുമ്പാകെ ബഹുമാനപ്പെട്ട ഇന്നിവിടെ ചെയർപേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തുവാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് റിപ്പോർട്ട് പാസ്സാക്കുകയും ഒരാൾക്ക് പിന്താങ്ങുകയും ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട് പാസ്സാക്കാമോ? പാസ്സാക്കി മാഡം. താങ്ക് യു. ഒരാളെ പിന്താങ്ങാം. സമയം പോകുന്നു, പെട്ടെന്ന് പറയണം. ജമീമ സണ്ണി പിന്താങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിൽ യാതൊരു ഭേദഗതിയും വരുത്താതെ സിസ്റ്റർ സ്മിത പാസ്സാക്കുകയും സിസ്റ്റർ ജമീമ സന്നി പിന്താങ്ങുകയും ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഇരുവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ അവസരം നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി സമർപ്പിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അടുത്തത് നമുക്ക് ഒരു സോളോ സോങ് ആണ്. അൽവിൻ മാത്യു എത്തിയിട്ടുണ്ടോ? അൽവിൻ, ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോളാമോ? കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ചോദിക്കുകയാണ്. നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആദ്യമേ മീറ്റിംഗിൽ കയറാൻ പറ്റാത്തത്. ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. കടന്നു വന്ന എനിക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിനാഞ്ചിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തായി നമുക്കൊരു മനോഹരമായ ഗാനം കേൾക്കാം. അതിനായി പെസിലിയ ശ്രദ്ധിച്ചുകൊള്ളുന്നു.
ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്, എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്. സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്. ജീവനാണ് എന്റെ ചങ്കാണ്, സുന്ദരനാണ് എന്റെ യേശുവാണ്. ജീവനാണ് എന്റെ ചങ്കാണ്, സുന്ദരനാണ് എന്റെ യേശുവാണ്. എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടെ നടക്കാൻ ഒരാളുണ്ട്, നടക്കാൻ ഒരാളുണ്ട്. സുവിശേഷം മോദിടുമ്പോൾ യേശുവിൻ ദൂതുമായി സത്യ സുവിശേഷം മോദിടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ യേശു പറഞ്ഞിടണം. രക്ഷ പ്രാപിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ യേശുവാണെന്നും പറഞ്ഞിടണം. വഴിയും സത്യവും ജീവനും യേശുവാണെന്നു ചൊല്ലിടണം. വഴിയും സത്യവും ജീവനും യേശുവാണെന്നു ചൊല്ലിടണം. എപ്പോഴും മിണ്ടാൻ ഒരാളുണ്ട്, എപ്പോഴും കൂട്ടിനൊരാളുണ്ട്, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടി നടക്കാൻ ഒരാളുണ്ട്, സങ്കട നേരത്തും ഒറ്റയ്ക്കാണെങ്കിലും കൂടി നടക്കാൻ ഒരാളുണ്ട്. താങ്ക് യു. ആമേൻ. ഹല്ലേലൂയ. സുന്ദരമായ ഗാനം ആലപിച്ച പ്രിയ മോളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദൈവത്തിന് വേണ്ടി പാടുവാനും കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് ഇങ്ങനെ സഹായിക്കുമാറാകട്ടെ. അടുത്തായി നമുക്കൊരു ചെറുകഥ കേൾക്കാം. അതിനായി പേർസിസ് ക്ഷണിച്ചുകൊള്ളുന്നു. പേർസിസ് ഉണ്ടോ? പേർസിസ് ഇല്ലെന്ന് വിചാരിക്കുന്നു. അടുത്തതായി അതിന് ശേഷം ഒരു പ്രോഗ്രാം. ഓക്കെ എന്നാ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ കഥയുടെ പേരാണ് നന്മയും തിന്മയും. ഒരിക്കൽ നന്മയും തിന്മയും കണ്ടുമുട്ടി. തിന്മയുടെ കറുത്ത ശരീരത്തിൽ രണ്ട് വെളുത്ത ചിറകുകൾ കണ്ട് ആശ്ചര്യത്തോടെ നന്മ ചോദിച്ചു, ഈ രണ്ട് വെളുത്ത ചിറകുകൾ എന്താണ്? തിന്മ പറഞ്ഞു, ഇതിലൊന്ന് സമ്പത്തും മറ്റൊന്ന് അധികാരവുമാണ്. ഈ രണ്ട് ചിറകുകളും വേഗത്തിൽ വീശി ഞാൻ കടക്കുമ്പോൾ എന്നെ കാണുന്നവർക്കെല്ലാം ഞാൻ മുഴുവനായി വെള്ളയാണെന്ന് തോന്നും. അങ്ങനെ നിന്റെ പക്ഷത്തുള്ള പ്രേമം എന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഗുണമാണ്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും പിന്നാലെ ഞെട്ടോട്ടം കൂടുന്നവർ പലപ്പോഴും തിന്മയെ നന്മയെന്ന് കരുതാറുണ്ട്. ആകയാൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തും സ്ഥാനമാനങ്ങളും ശരിയായ രീതിയിലാണോ നമ്മിലേക്ക് എത്തിച്ചേരുന്നതെന്ന് നാം സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചുകഥ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമേൻ. പിന്നെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹം വേണ്ടി ഒരു ചെറുകഥയാണ് കർത്താവ് ഇടയായിത്തീർന്നത്. അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ വ്യക്തി വരാനാണ്. അതിനായി സിസ്റ്റർ ജിൻസി മോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജിൻസി മോളുണ്ടോ? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. കുസൃതി ചോദ്യമാണ് അവതരിപ്പിക്കുന്നത്, ബൈബിളിൽ നിന്നുള്ളത്. 10 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അറിയാവുന്നവർക്ക് ആൻസർ പറയാവുന്നതാണ്.
ഒന്നാമത്തെ ചോദ്യം, ഹിന്ദിയിലെ ഒരു സംഖ്യയാണ് ബൈബിളിലെ ഈ വ്യക്തിയുടെ പേര്. ഹിന്ദിയിലെ ഒരു സംഖ്യയാണ് ഈ ബൈബിളിലെ ഈ വ്യക്തിയുടെ പേര്. ആൻസർ അറിയാവുന്നവർക്ക് പറയാം. തേരഹ്. തേരഹ്. ശരിയാണ്. തേരഹാണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിലെ ഒരു പട്ടണം മലയാളത്തിലെ ഒരു മഹാകവി അറിയപ്പെടുന്നത് ഈ പേരിലാണ്. ഏതാണ് ഈ പട്ടണം? ബൈബിളിലെ ഒരു പട്ടണം മലയാളത്തിലെ ഒരു മഹാകവി അറിയപ്പെടുന്നത് ഈ പേരിലാണ്. ഏതാണ് ഈ പട്ടണം? ആൻസർ അറിയുമോ? അറിയില്ല. ഉത്തരം പറയട്ടെ? കേൾക്കത്തില്ലല്ലോ. ആരാ പറയുന്നേ? ഉത്തരം പറയട്ടെ? പറഞ്ഞോളൂ. ഉത്തരം പറയണേ. ആശാൻ. അതായത് 1 ദിനവൃത്താന്തം 4:32. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം പേരിൽ തേരുള്ള സ്ത്രീ. കുസൃതി ചോദ്യമാണ്, ആ രീതിയിലേ എടുക്കാറ്. സ്വന്തം പേരിൽ തേരുള്ള സ്ത്രീ. യെസ്, ആൻസർ ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ പറയുന്ന ദഹനക്കേട് ഉണ്ടായ ജീവി. ബൈബിളിൽ പറയുന്ന ദഹനക്കേട് ഉണ്ടായ ജീവി ഏതാണ്? തിമിംഗലം. അതെ, തിമിംഗലമാണ് അതിന്റെ ആൻസർ. എന്നാലും ഒരു ചൂടെ വരാനുണ്ട്. യെസ്, യോനിയെ വിഴുങ്ങിയ മത്സ്യം. അടുത്ത കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ, ഇതൊരു പക്ഷിയാണ്, പക്ഷെ പേര് കേട്ടാൽ സാത്താനാണെന്ന് തോന്നുന്നു. ഏതാണ് ഈ പക്ഷി? ഒരു പക്ഷിയാണ്, പേര് കേട്ടാൽ സാത്താനാണെന്ന് തോന്നുന്നു. ഏതാണ് ഈ പക്ഷി? ആർക്കെങ്കിലും അറിയുമോ? അറിയില്ല. ആൻസർ പറയട്ടെ? ആൻസർ പറയണേ. കുടുംബ ചാത്താൻ. കുടുംബ ചാത്തൻ, അതായത് ലേവ്യ പുസ്തകം 11:18. ലേവ്യ 11:18. ആറാമത്തെ ക്വസ്റ്റ്യൻ, മാൻ ഒരു സാധു മൃഗമാണ്, എന്നാൽ അതിന്റെ മുൻപിൽ ഒരക്ഷരം ചേർത്താൽ ഒരു ദുഷ്ടന്റെ പേരാകും. ആരാണ് ആ ദുഷ്ടൻ? ഹാമാൻ. യെസ്, കറക്റ്റ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പേരിൽ 3 അക്ഷരമുള്ള വൃക്ഷം നടുവിലെ അക്ഷരം മാറ്റിയാൽ കേരളീയരുടെ മുഖ്യ ആഹാരം ആകും. ഏതാണ് ഈ വൃക്ഷം? പറഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞ ആരാ? അത് ആരോ ആൻസർ പറഞ്ഞു. അലരിയാണ്. സങ്കീർത്തനം 137:2. അലരി. മാറ്റിയാൽ അരിയാകുമല്ലോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കുഷ്ഠം മാറിയ മാൻ. നയമാൻ. 9, ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെ ആയ സ്ത്രീ. ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെയായ സ്ത്രീയുടെ പേരാണ്. ചോദ്യമാണ്, അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ല, ഉത്തരം പറയട്ടെ? അതാര. 1 ദിനവൃത്താന്തം 2:20. അതാര. അടുത്തത് 10ാമത്തെ, ലാസ്റ്റ് വൺ, ഏശാവിൽ നിന്ന് ജനിച്ച പ്രഭുക്കന്മാരിൽ മധുരമുള്ള പ്രഭു. ഏശാവിൽ നിന്ന് ജനിച്ച പ്രഭുക്കന്മാരിൽ മധുരമുള്ള പ്രഭു ഏതാണ്?
പിന്നെ ഒരാളുടെ പേരാണ്. ആൻസർ അറിയുവോ? പറയട്ടെ. പറഞ്ഞോളൂ. അൽവ പ്രഭു. അൽവ. ഉൽപ്പത്തി 36:40. ഉൽപ്പത്തി 36:40. ചോദ്യം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്രയും നേരം അനുഭവിച്ചു തന്ന എല്ലാവർക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം. രസകരമേറിയ ചോദ്യങ്ങളും വെറൈറ്റി പ്രോഗ്രാമായിരുന്നു. ദേവദാസ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പോയിന്റ് നിലവാരം ബീനാൻഡി എഴുതിയായിരുന്നു. ഇത് ആരാ കറക്റ്റ് പറയുന്നതെന്ന് ഡിവീസിൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. വോയിസ് ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. എനിക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറയാം. ക്വിസ് മാസ്റ്റർ 3 പോയിന്റ് ആണ്, ജാനറ്റ് 2, സിൻബാബു ഒരു പോയിന്റ്, ഞാൻ പോയിന്റ് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് കിട്ടിയത്. വേറെ ക്ലിയർ ആയില്ല. ലതാ ഷാജി ഒന്ന് പറഞ്ഞു. ഓക്കെ. സ്നേഹം ഒരെണ്ണം പറഞ്ഞു കേട്ടോ. സ്നേഹം ഡിവീസ് നിങ്ങള് നമ്മള് ക്യാമറ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഇതാരും പറയുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എല്ലാരും പങ്കെടുത്ത എല്ലാരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രസകരമായ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. അടുത്തായി ഗ്രൂപ്പ് സോങ് ആണ്. അതിനായി സിസ്റ്റർ അക്സ മോളൻ പാട്ടിയെ ക്ഷണിച്ചുകൊള്ളും. അക്സ മോളുണ്ടോ? അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെയ്യാവേ. ഓക്കെ. അപ്പോ അടുത്ത പ്രോഗ്രാം സാംസ് മെമ്മറി വേർഡ്സ് ആണ്. അതിനായി സിസ്റ്റർ ബെനീത തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, പ്രോഗ്രാം ഒന്നുകൂടെ അനൗൺസ് ചെയ്യുന്നു. അൽവിൻ ക്ലിയർ ആവുന്നില്ല. ബീന സിസ്റ്റർ ഉൾപ്പെടെ ഉള്ളവര് മൈക്ക് മ്യൂട്ട് ചെയ്യും. ആൽവിന്റെ മാത്രം ഓണായിരുന്നാൽ മതി. അതാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ബീന സിസ്റ്റർ ഉൾപ്പെടെ ഓഫാക്കി. ബെനീറ്റ തോമസ് സാംസ് മെമ്മറി വേർഡ്സ് ക്ഷണിച്ചുകൊള്ളുന്നു. ബെനീറ്റ തോമസ് ഉണ്ടോ? ഉണ്ടല്ലോ. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത് വിളിച്ചു നോക്കാം. ഓക്കെ. സോളോ സോങ് മൈക്ക് ഓൺ ആകുന്നില്ല എന്നാണല്ലോ മെസ്സേജ് ഇരുന്നത്. ഓക്കെ, അടുത്ത മീറ്റിംഗ് അടുത്ത പ്രോഗ്രാം ചെയ്യാം. അടുത്ത സോളോ സോങ് സിസ്റ്റർ അലീന ഉണ്ടോ? ഹലോ. ഓക്കെ, സിസ്റ്റർ അലീന. അല്ലെങ്കിൽ ഇല്ലെന്ന് വിചാരിക്കുന്നു. കേൾക്കാവോ? അടുത്ത പ്രോഗ്രാം നമുക്ക് പോവാം. ആക്ഷൻ സോങ് സിസ്റ്റർ പേഴ്സിസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആക്ഷൻ സോങ് പേഴ്സിസ്.
യേശു ചൊല്ലി ഈ കാര്യം, യേശു ചൊല്ലി ഈ കാര്യം. പൊക്കോണം ദൂരെ എന്റെ കയ്യിലൊന്നുമില്ല. വാതിലടച്ചു വിദ്യതോമ, വാതിലടച്ചു വിദ്യതോമ. അയ്യോ പാവം വെള്ളം കുടിക്കൂ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞു തോമ. ഒടുവിൽ മരിച്ചു രണ്ടുപേരും. സ്വർഗം കിട്ടാത്ത തോമ. യേശു പറഞ്ഞത് കേൾക്കുന്നില്ല, യേശു പറഞ്ഞത് കേൾക്കുന്നില്ല. അന്ന് വിഷമനായില്ല, അന്നു നീ വാതിലടച്ചപ്പോൾ സ്വർഗത്തിൽ വാതിലടഞ്ഞു പോയി, സ്വർഗത്തിൽ വാതിലടഞ്ഞു പോയി. കൂട്ടുകാരെ കേട്ടിടുവിൻ ഈയൊരു കാര്യം, ഈയൊരു കാര്യം. സ്വർഗത്തിൽ വാതിൽ തുറക്കാൻ യേശു ചൊല്ലി ഈ കാര്യം, യേശു ചൊല്ലി ഈ കാര്യം. താങ്ക് യു. അമ്മേ കർത്താവ് അനുഗ്രഹമായ സോങ് അവതരിപ്പിക്കാൻ ഇടയായിത്തീർന്നു. വേദന കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തായി നമ്മുടെ ഡബിൾ കിസ് ആണ്. അതിനെ സിസ്റ്റർ ജാൻസി ജെഫിനെ ക്ഷണിച്ചു പോകുന്നു. 11-15 വരെ. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് യൂത്ത് മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ആൽബിൻ മാത്യു, അതുപോലെ നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രി ഫൗണ്ടർ ചെയർമാനായിരിക്കുന്ന തോമസ് ചെറിയ സാറ്, നല്ല യൂത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ജേക്കബ് പാസ്റ്റർ, സെക്രട്ടറി ആയിരിക്കുന്ന ബീന KJ സിസ്റ്റർ, യൂത്ത് സെക്രട്ടറി ആയിരിക്കുന്ന ജാനറ്റ്, അതുപോലെ ആൽബിൻ മാത്യു, അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സ്, യൂത്ത് മെമ്പേഴ്സ്, സഹോദരിമാര്, ദേവാസന്മാര്, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ബൈബിൾ ക്വിസ് മത്തായിയുടെ സുവിശേഷം 11 മുതൽ 15 വരെയാണ്. നമ്മള് മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കണേ, എന്നാലാണ് ആർക്ക് അറ്റൻഡ് ചെയ്യുന്നു ഒന്ന് ആൻസർ പറയുന്നതെന്ന് പറയാൻ കഴിയത്തുള്ളൂ. അപ്പം വീഡിയോ ഓൺ ആക്കിയിട്ട് ആൻസർ പറയണം. അതിനായിട്ട് ബൈബിൾ ക്വിസിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ? എല്ലാവരുടെ മുഖം ഒന്ന് കാണാൻ വളരെ ആഗ്രഹം. നമ്മളെല്ലാം പല സ്ഥലത്തല്ലേ ഇരിക്കുന്നേ, അപ്പൊ എല്ലാരും കണ്ടുകൊണ്ട് നമുക്കൊന്ന് പ്രോഗ്രാം നടത്തുന്നതല്ലേ നല്ലത്. ഓക്കെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേൽസിനേക്കാൾ നല്ലതാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ അനുസരിക്കുന്നവർക്കായി സ്തോത്രം. നമുക്ക് തുടങ്ങാം. വീഡിയോ ഓൺ ആക്കിയിട്ട് ആൻസർ പറയാവേ. വീഡിയോ ഓൺ ആക്കാതെ ആൻസർ പറയുന്ന അവസ്ഥ പോയി പോവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്യുന്നു? വായിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ബലാത്കാരം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റാണ് ആൻസർ പോയിന്റ്. ഓക്കെ, താങ്ക് യു ബസ്. രണ്ടാമത്തെ ക്വസ്റ്റിനെ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്ത് ചെയ്യണം എന്നാണ് യേശു പറഞ്ഞത്? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. ഓക്കെ, എന്നാലും ഒരു കാര്യം കൂടി സാധിക്കും. എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും. ഉത്തരം ശരിയാണ്. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആശ്വാസം. ഓക്കെ, ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആട്ടോ. വൈസ് പ്രസിഡന്റ് ആണ് ആൻസർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് എല്ലാം പുറകോട്ടാണ്. വായിച്ചിട്ട് വരണം കേട്ടോ. അതിന്റെ ഏതൊക്കെ വായിച്ചിട്ട് വരാണ് ഭാഗങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. നിങ്ങൾ ദൈവവചനം വായിക്കാൻ നിങ്ങളുടെ ബുദ്ധി കൂടത്തേ ഉള്ളൂ, ഒട്ടും കുറയത്തില്ല. അപ്പം
നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു അധ്യായങ്ങളിലും വെച്ച് ഒരു ദിവസം വായിച്ചാൽ ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോഴാണ് നമുക്ക് യൂത്തിന്റെ മീറ്റിംഗ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തുടങ്ങുന്നതിന്റെ ഒരു മണിക്കൂറും വായിച്ചാൽ 5 അധ്യായം ഓടിച്ച് വായിക്കാനേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ദൈവവചനം വായിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിയും യഹോവഭക്തി ജ്ഞാനത്തിന്റെ അറിവ്, തന്റെ പരിശുദ്ധത്തിനെ കുറിച്ചുള്ള അറിവ് വിവേകമാകുന്നു. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിയും പരിജ്ഞാനം കൂടണമെങ്കിൽ ദൈവവചനം പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങൾ അടുത്ത ആഴ്ച മുതൽ എല്ലാവരും വായിച്ച് പഠിച്ചിട്ട് വരണം. അടുത്ത ക്വസ്റ്റ്യൻ. യേശു പറഞ്ഞു, യാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നത്, എന്നാൽ എന്തിലാണ് പ്രസാദിക്കുന്നത്? നീതിയിലും യാഗത്തിലല്ല പിന്നെ എന്തിലാണ് പ്രസാദിക്കുന്നത്? യാഗത്തിലല്ല, കരുണയിലത്ര പ്രസാദിക്കും. കരുണയില്. ശരിയാണ്. എല്ലാവർക്കും പറയാട്ടോ. യൂത്തിനാണ് ഞാൻ യൂത്ത് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടൊന്നും ഞാൻ മിണ്ട. ഇവിടെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. ഞാനത് മാറുന്നുണ്ടാ പറഞ്ഞ ഓൺ ചെയ്തേ. ഓക്കെ, ആരും പറയാഞ്ഞോണ്ട് പറഞ്ഞതാ. ഓക്കെ, യൂത്തിന് മുൻഗണന. യൂത്ത് പറഞ്ഞില്ലെങ്കിൽ വലിയവർക്ക് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്. വൈസ് പ്രസിഡന്റ് പറയാട്ടോ, മാറിയിക്കണ്ട. 4-ാമത്തത്. ഭൂതങ്ങളുടെ തലവന്റെ പേരെന്ത്? ബെൽസെബൂൽ. Yes, ബെൽസെബൂൽ. അടുത്ത ക്വസ്റ്റ്യന്. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും എന്താണ് ബോധിപ്പിക്കേണ്ടത്? കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കറക്റ്റ് ആണ്. അയ്യോ, ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടാ പറഞ്ഞ. ഓക്കെ, സോറി. അടുത്ത ക്വസ്റ്റ്യന്. വിതക്കാരൻ വിത്ത് വിതച്ചപ്പോൾ എവിടെയൊക്കെയാണ് വീണത്? ചിലർ നല്ല സ്ഥലത്ത്, പാറ സ്ഥലത്ത്, വഴിയരികിൽ. ആദ്യം യൂത്തിന് മുൻഗണന കൊടുക്കണം. അതിനുശേഷം പറഞ്ഞില്ലെങ്കിൽ ഹരിസിന് പറയാം. പറഞ്ഞോ. ഓക്കെ, പറഞ്ഞു തന്നെ. യൂത്ത് പറഞ്ഞു. പറഞ്ഞോ. പാറമേല് മുള്ളിനിടയിൽ നല്ല നിലത്ത്, പിന്നെ ഒന്നും കൂടി പറയാം. എല്ലാം കിട്ടി അറിയത്തില്ല. പാറമേല് മുള്ളിനിടയില് നല്ല നിലത്ത്, വഴിയരികിൽ. വഴിയരികിൽ. 4 സ്ഥലത്താണ് വേണ്ടത്. അപ്പൊ 4 ആയല്ലോ. വഴിയരികെ, പാറ സ്ഥലത്ത്, മുള്ളിനടിയില്, നല്ല നിലത്ത്. ഓക്കെ, ഞാനിട്ട് ഒന്ന് വിട്ടുപോയി, ബാക്കിയെല്ലാം പറഞ്ഞാണ്. അടുത്തത്. മത്തായി 13-ാം അധ്യായത്തിൽ എത്ര ഉപമകളെ കുറിച്ച് പറയുന്നുണ്ട്? ഏതൊക്കെ? യൂത്ത് പറഞ്ഞില്ല, അഡൽസിന് വേഗം പറയാം. യൂത്ത് മുൻഗണന കൊടുക്കണം എന്നുള്ളൂ. സ്വർഗരാജ്യത്തെ കുറിച്ച് 4. പറഞ്ഞോ. സ്വർഗരാജ്യത്തെ കുറിച്ചാണ് ഉപമകൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ എത്ര ഉപമയുണ്ടെന്ന് പറയണം, ഏതൊക്കെയാന്ന് പറയണം. ബൈബിള് നോക്കല്ല, അല്ലാതെ പറയണം. മെമ്മറിയിൽ വരുന്നേ. 5 ഉപമകളാന്ന് തോന്നുന്നു. സ്വർഗരാജ്യം നല്ല സ്ഥലത്ത് വിത്ത് വിതയ്ക്കാൻ പോയ കൃഷിക്കാരനോട് തുല്യം. 2 സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. 3 സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. 4 ഇല്ല, സിസ്റ്റർക്ക് അറിയോ? സിമ മാസ്റ്റർക്ക് അറിയോ? ബാക്കി സിസ്റ്റർക്ക് അറിയാമോ? പോയോ? വൈസ് പ്രസിഡന്റിന് അറിയോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയുവാണേ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 7 ഉപമകള്. 1 വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമ. 2 ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതച്ചിട്ട് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചത്. 3 കടുകുമണിയോട് സദൃശ്യം. 4 സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. 5 വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. 6 സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശ്യം. 7 കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. അപ്പം സെക്രട്ടറി പകുതി പറഞ്ഞുകൊണ്ട് പകുതി അരപ്പോയിന്റ് ക്രിസ്മസ് വെക്കാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യന് 5 അപ്പവും 2 മീനും കൊണ്ട് എത്ര പേരാണ് ഭക്ഷിച്ചത്? എത്ര കൊട്ട ബാക്കി നിറച്ചെടുത്തു? 5000 വരെ പോഷിപ്പിച്ചു 12 കൊട്ട. ശരിയാ. അടുത്ത ക്വസ്റ്റ്യന് അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള നാട്ടിൽ നിന്നെല്ലാം ആളെ അയച്ച് അവിടെയുള്ള രോഗികളെല്ലാം വരുത്തി. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യം വന്നു. സ്ഥലം എവിടെയാണ്? അടുത്ത് വന്നു, ഒരക്ഷരം മാറിപ്പോയി. യെസ്, ഗന്നസരത്ത്. ഗന്നസരത്ത് ആരാ പറഞ്ഞത്? കന്ന. വീഡിയോ ഓണായില്ലല്ലോ. ആണോ? ഗന്നസരത്തല്ലായിരുന്നു, ഗന്നസരത്തായിരുന്നു. അതാള് മാറി പറഞ്ഞു കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യന് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞത് ആരോടാണ്? കനാന്യ സ്ത്രീയോട്. ഓക്കെ, കന്നമ്മള് പറഞ്ഞു വീഡിയോ ഓണാക്കിയില്ല, പുറത്തായുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോയിന്റ് നില 3 പോയിന്റ് സ്റ്റീഫൻ ബാസ്റ്റർ, 3 പോയിന്റ് ജാനറ്റ്, സെക്രട്ടറി 1.5 പോയിന്റ്, കന്നമ്മൾ 1 പോയിന്റ്. സിസ്റ്റർക്ക് 1 പോയിന്റ് ഉണ്ടായിരുന്നോ? ലത സിസ്റ്റർക്ക് 1 പോയിന്റ് ഉണ്ട്. ഓക്കെ, 1 പോയിന്റ് ലത സിസ്റ്റർക്ക്. 3, 3, 6, 7. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഉണ്ട്, പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ നേരം സാഹചര്യത്തില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്നത്തെ പോയിന്റ് നിലവാരം. സ്റ്റീഫൻ ബാസ്റ്റർ 3, ജാനറ്റ് 3, ഡീന സിസ്റ്റർ 1.5, ലത സിസ്റ്റർ 1, ഹന്നമ്മോൾ 1, ക്രിസ്മസ് 1, ക്രിസ്മസ് 1.5. ഓക്കെ, സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടുത്ത ആഴ്ച എല്ലാവരും ബൈബിള് വായിച്ച് പഠിച്ചിട്ട് വരിക. നിങ്ങൾക്ക് വചനം പഠിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം തന്നത്. അത് മിസ്യൂസ് ചെയ്യരുത്, ദയവായി പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, എന്നാലാണ് പ്രൈസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വംശങ്ങളെ നിങ്ങൾക്കായി പ്രൈസ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മിസ്യൂസ് ചെയ്ത് കളയരുത്, നിങ്ങൾക്ക് സ്വീകരിക്കണം. ഓക്കെ, എല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമ്മുടെ മീറ്റിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ച നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി മീറ്റിംഗ് ജനറൽ പ്രോഗ്രാം ജനറൽ ക്യൂസ് ആണ്. അതിനായി സിസ്റ്റർ ബീന കെജിനെ ക്ഷണിച്ചു. ഒരു സോങ്സ് ഉണ്ടല്ലോ, അതൊന്ന് വിളിച്ച് അവരെ കൊണ്ട് സോങ്സ് പാടിച്ചോളൂ. മുമ്പ് ഒരു സോങ്സ് പെൻഡിങ് ആയല്ലോ. വന്നിട്ടുണ്ടോ? പിന്നെ പാടണമെന്ന് പറഞ്ഞിരുന്നു, നോക്കി വിളിച്ചു നോക്കിയേ. അല്ലെങ്കിൽ സങ്കീർത്തന മനപ്പാടോട് വിളിച്ചു നോക്കി, അവര് മൈക്ക് ഓൺ ആകുന്നില്ല. ഉണ്ടോ ഗ്രൂപ്പ് സോങ്? Praise the Lord. For you faithful, for the promise here and never fail. Lord, I so grateful. You have made me steadfast and never again. And I think I have to bless me. Your hand has never let me go. Never let me go. You have been so good to me. God, I can't believe how you love me. What a friend you have been. So good to me. God, I can't believe how you love me. What a friend you have been. So good to me. God, I can't believe how you love me. What a friend you have been. Thank you.
ആമേൻ. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മുടെ മീറ്റിംഗ് പ്രോഗ്രാം തോമസ് ഉണ്ടോ? സിസ്റ്റർ ബീന സിസ്റ്റർ ബീന കേജ്. ഒരു കോൾ വന്നതാണ്, സോറി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദാസന്മാർക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം നമ്മുടെ വേറൊരു സിസ്റ്റർ ആയിരുന്നു ഏറ്റിരുന്നത്. ആ സിസ്റ്റർ കുറച്ച് തിരക്കായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഇത് എന്റെ പ്രോഗ്രാം അല്ല, സിസ്റ്റർ തിരക്കാണ്, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയായി പ്രിപ്പയർ ആയിട്ടില്ല, എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രോഗ്രാം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ഞാൻ ജനറൽ ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കുകയാണ്. അവരോടാണ് ഇന്ന് ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളോടാണ്, നിങ്ങളോടാണ് ചോദിക്കുന്നത് കേട്ടോ. റെഡി ആയിട്ടിരിക്കുക. കാരണം നമുക്കിപ്പോ എവിടെ പോയാലും നമുക്ക് നമ്മുടെ ജനറൽ നോളജ് ഉപയോഗിക്കണം അല്ലെ. പെട്ടെന്ന് ഒബീഡിയൻസ്, നമുക്ക് ആദ്യം വേണ്ട എന്തായിരിക്കും? ഒബീഡിയൻസ് അല്ലേ, അനുസരണം. നമ്മുടെ മൂത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയുന്നവരായിരിക്കണം. നമ്മളങ്ങനെ ഒരു ഉദാഹരണം ഒരിക്കലും നമുക്ക് പാടില്ല. അത് ഒന്ന് പരീക്ഷിക്കാനും നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ സ്റ്റേജ് ഫിയർ, നിങ്ങളുടെ നോളജ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളോട് മാത്രമേ ഇത് ആൻസർ പറയാവൂ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 5 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് മുതിർന്നവരോട് ചോദിക്കാം അല്ലെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 1 മുതൽ 10 വരെയുള്ള നമ്പറുകളുണ്ടോ? 1 2 3 4 5 6 7 8 9 10 അല്ലെ. ഈ 1 2 3 4 5 6 7 8 9 10 അക്കങ്ങൾ. അതിലിഷ്ടമുള്ള ഒരു അക്കം നിങ്ങൾക്ക് പറയാം, ഏതെങ്കിലും. അപ്പോൾ 3 ആരാണ് ചോദിച്ചത്? സ്നേഹ. അപ്പൊ 3 പറയുന്ന ഇവിടെ എന്റെ അടുത്ത് 3-നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ആ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കും, അതിന്റെ ആൻസർ പറയണം കേട്ടോ. 3 ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തുടങ്ങുന്നത് എന്താന്ന് ചോദിച്ചാൽ, യേശു എന്ന് തുടങ്ങുന്ന ഒരു ക്രിസ്തീയ ഗാനത്തിന്റെ 4 പല്ലവി പാടുക. മനസ്സിലായോ? യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതിലാലത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിലാലത്രേ. ഓക്കെ, വെരി ഗുഡ്. ഗോഡ് ബ്ലസ് യു മക്കളെ. വളരെ മനോഹരമായി പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ല നോളജ് ഉള്ളവരാണ് കേട്ടോ. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വളരെ നന്ദി. ഗോഡ് ബ്ലസ് യു. ദൈവം ഇനിയും കൂടുതലായി അനുഗ്രഹിക്കട്ടെ. അടുത്ത നമ്പർ പെട്ടെന്ന് പറയണം. അടുത്ത നമ്പർ 5. വെരി ഗുഡ്. ആരാണത് ചോദിച്ചത്? ശ്രദ്ധിച്ചു കേൾക്കണം. 5 എന്ന് പറയുന്ന നമ്പറിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിച്ചാൽ, സിമ്പിൾ. നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രെയർ മിനിസ്ട്രിയുടെ ഗ്രൂപ്പ് ഓഫ് ഫൗണ്ടർ ആൻഡ് ചെയർപേഴ്സന്റെ പേര് പറയുക. തോമസ് അങ്കിൾ. വെരി ഗുഡ്. തോമസ് ചെറിയാൻ അങ്കിൾ. വെരി ഗുഡ്. അങ്കിളിനെ അറിയാമോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അങ്കിൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവസാനമായിട്ടൊന്ന് ചോദിക്കാം, അങ്കിളിന് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാനോ പറയാം കേട്ടോ മോളെ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്പർ പെട്ടെന്ന് അറിയണം, പെട്ടെന്ന്, വേഗം. എത്രയാ? 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇന്ന് ബൈബിൾ വായിച്ചുവോ? ബൈബിൾ വായിച്ചു. ഏത് പുസ്തകം? ഇന്ന് ചോദ്യം ചോദിച്ച ഇന്ന് സങ്കീർത്തനം 1,
സങ്കീർത്തനം 1 വായിച്ചേ? ഓക്കെ, വെരി ഗുഡ്. എന്നും ബൈബിൾ വായിക്കണം കേട്ടോ. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനുള്ള കൂടുതലുള്ള നോളജ്, അറിവ് നമുക്ക് ബൈബിളിൽ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ. എന്നും ബൈബിൾ വായിക്കുന്നവരായിരിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത നമ്പർ, അടുത്ത ആരുണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് ചോദിക്കാം? 2 പറഞ്ഞു. 4. ഓക്കെ, 4ൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ പ്രോഗ്രാം ആരാണ് പ്രാർത്ഥിച്ച് ആരംഭിച്ചത്? ഓക്കെ, അടുത്ത ആർക്കെങ്കിലും പറയാമോ? ഇന്ന് ഈ പ്രോഗ്രാം ആരാണ് പ്രാർത്ഥിച്ച് ആരംഭിച്ചത്? സ്റ്റീഫൻ പാസ്റ്റർ. വെരി ഗുഡ്. ഓക്കെ, പറയുമ്പോ കറക്റ്റ് പറയണം. നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ യൂത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റീവൻ ജേക്കബ് അവർകളാണെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചത്. അടുത്ത ഒരു നമ്പർ കൂടെ കൊച്ചുകുട്ടികൾക്ക് ചോദിക്കാം. ഒറ്റ ഒരു നമ്പർ കൂടെ ഉള്ളൂ. 3 ചോദിച്ചായിരുന്നു. 2ൽ ഇവിടുത്തെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏത്, അവസാനത്തെ പുസ്തകം ഏത്? ഉൽപ്പത്തി, വെളിപ്പാട്. വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ നല്ല നോളജ് ഉള്ളവരാണ്. ദൈവം ഇനിയും കൂടുതൽ അറിവുകൾ നൽകി, ആക്റ്റീവ്നെസ് നൽകി ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ മുതിർന്നവരെ, നമ്മുടെ യൂത്തിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മറ്റുള്ളവരെല്ലാവരും യൂത്ത് ആണ് കേട്ടോ. എല്ലാവർക്കും പങ്കെടുക്കാം. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ആരും പുറകോട്ട് പോകരുതേ. ചോദ്യം ഇതാണ്, 1 മുതൽ 12 വരെയുള്ള സംഖ്യകളുണ്ട്. നമുക്കറിയാമല്ലോ 1 മുതൽ 12 വരെയുള്ള മാത്രമാണ് അക്ഷരങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അക്ഷരങ്ങൾ ബൈബിളിലെ പുസ്തകങ്ങൾ പറയണം. നമുക്കറിയാം ആന്റി ക്ലിയർ ആവുന്നില്ല. എന്തോ ക്ലിയർ ആവുന്നില്ല. ഒരു ഡിവൈസും കൂടി ഓൺ ആണ്. ഡിവൈസ് ഓഫാക്കാൻ പറ. ക്ലിയർ ആവുന്നില്ല. പറഞ്ഞു. അപ്പോ ആ പുസ്തകം നമുക്കറിയാം, നമ്മുടെ ബൈബിളിലെ പുസ്തകക്രമം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ആ ബൈബിൾ ഏതൊക്കെയെന്ന് പറയണം കേട്ടോ. അപ്പോൾ അക്ഷരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കുള്ള ലക്കി നമ്പറാണ്. ലക്കി നമ്പറുകൾ ഇങ്ങോട്ട് പറയാം. 1 മുതൽ 12 വരെയുള്ള അക്കങ്ങളിൽ ഏതെങ്കിലുമേ പറയാവൂ. അതിൽ ഒരു അക്ഷരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് പറയാം. 1 ഒരാൾ പറഞ്ഞെന്ന് വെച്ചോ, 1ൽ ഉ എന്നായിരിക്കും. അപ്പോൾ ഉ എന്ന് തുടങ്ങുന്ന നമ്മുടെ ബൈബിൾ പുസ്തകം ഉൽപ്പത്തി എക്സാമ്പിൾ ആണിത് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങാല്ലേ? എല്ലാവർക്കും ഓർമ്മ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമാണ്. നമ്മുടെ പ്രയറിലൊക്കെ നമ്മൾ ബൈബിൾ എടുത്ത് നമ്മൾ പെട്ടെന്ന് വായിക്കണം അല്ലെ? അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബൈബിൾ ഉപയോഗിക്കുവാനുള്ള ഒരു നല്ല ഒരു പവർ ആണിത്. ഇതിനുവേണ്ടി എല്ലാവർക്കും പറയാം. ആർക്കും പറയാം. നമുക്ക് ഓരോ 1 മുതൽ 12 വരെ ഇടയിലുള്ള ഒരു നമ്പറുകൾ പറയുക. അതിൽ ഒരു അക്ഷരമുണ്ട്. ആ അക്ഷരം പറയുമ്പോൾ അതിൽ തുടങ്ങുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ പറയുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും പങ്കെടുക്കാം ഇതിൽ. ഓക്കെ, നമ്പർ തുടങ്ങിക്കോളൂ. സ്റ്റാർട്ട്, ഗോ. 2 ഇവിടെ എനിക്ക് ഇട്ടിരിക്കുന്നത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, ഊ ആണ്. പുസ്തകങ്ങൾ പറയുക. കറക്റ്റ്. ഒന്നുകൂടെ ഉണ്ട്. ഉത്തമഗീതം. യെസ്, ഉത്തമഗീതം. ചേർന്ന് എഴുതിയെടുത്തോണം. എനിക്ക് അത് എഴുതിയെടുക്കാൻ ആരാ പറഞ്ഞതെന്ന് അവർക്ക് സമ്മാനം ഉള്ളതാണ്. അതുകൊണ്ടൊന്ന് എഴുതിയെടുത്തോണം. ഓക്കെ, ഊ എന്ന് തുടങ്ങുന്നതിൽ ഉൽപ്പത്തി, ഉത്തമഗീതം. അടുത്തത് കറക്റ്റ്. 5 പറഞ്ഞാലേ 5 ഇവിടുത്തെ അക്ഷരം തന്നിരിക്കുന്നത് യാ. നമുക്കറിയാലോ യാ.
യെരമ്യാവ്. പറഞ്ഞോളൂ. ഞാനൊരു തരാൻ പറഞ്ഞാളെ. യെരമ്യാവ്, യാക്കോബ്, കറക്റ്റ്. യോശുവ, യോഹന്നാൻ. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യോഹന്നാന്റെ സുവിശേഷം. ഒന്നും കൂടെ ഉണ്ട് പഴയ നിയമത്തിൽ. യോന. ഒന്നും കൂടെ ഉണ്ട്. ഇനിയുണ്ട്. പഴയ നിയമത്തിൽ ഒന്നും കൂടെ ഉണ്ട്. യൂദ. ഇനിയുണ്ട്. എസെക്കിയേൽ. ഇനിയുണ്ട്. ഒന്നും കൂടെ ഉണ്ട്. യോശുവ. അത് പറഞ്ഞതാ. അത് കൂടാതെ ഒന്നും കൂടെ ഉണ്ട്. പറയാത്ത ഒന്നുണ്ട്. അല്ല, ഒന്നും കൂടെ ഉണ്ട്. അത് തന്നെ, ഒരു കാര്യം പറഞ്ഞിട്ട് കിസ്മാഷ് മാത്രം കണ്ടൻഷൻസുമായിട്ട് മാത്രമേ സമ്പാദിക്കാവുള്ളൂ. ബാക്കി ഇടയ്ക്ക് കയറി ഇത് പറയരുത്. ലൈവായിട്ട് പോകുന്ന കാര്യമാണ്. നമ്മൾ എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാമെങ്കിൽ നമ്മളവിടെ മിണ്ടായിരിക്കും. ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറുകയാണ്. ഇത് നമ്പർ പറഞ്ഞ ആള് മാത്രമേ ഇതിന്റെ ആൻസർ പറയാവുള്ളൂ. അടുത്ത ആള് പറയാതിരിക്കുകയാണ് നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് വരുന്നുള്ളത് കൊണ്ട് നമ്പർ ചോദിച്ച ആളിന് ഇത് പറയാം. ഓക്കെ, അടുത്ത നമ്പർ. വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. വളരെ മനോഹരമായി തന്നെ അതിന്റെ ആൻസർ പറഞ്ഞു. അടുത്ത നമ്പർ 5. 5 ഇപ്പം പറഞ്ഞത്. എത്ര മോളെ? 4. 4ൽ ഇവിടെ തന്നിരിക്കുന്നത് ഫ എന്നുള്ള അക്ഷരമാണ്. ഭരണി എന്നൊക്കെ നമ്മൾ എഴുത്തില്ലേ, ഫ. ആ ഫ എന്ന അക്ഷരമാണ്. ഫയിൽ തുടങ്ങുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ. നമുക്കത് ഫ എന്ന് പറഞ്ഞാൽ ഫി എന്നൊക്കെ ആക്കി പറയാം, അത് കുഴപ്പമില്ല. അറിയത്തില്ലെങ്കിൽ അടുത്ത ആൾക്ക് കൈമാറാം. മറ്റുള്ളവരാരും പറയാതിരിക്കുകയാണ്. യെസ്, ഫിലോമോൻ. ഫിലിപ്പിയർ. ഓക്കെ, വെരി ഗുഡ്. ഫിലോമോൻ, ഫിലിപ്പിയർ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ മോളെ. അടുത്ത നമ്പർ പറയാവൂ. 12. 12 ഇവിടെ തന്നിരിക്കുന്നത് ഗായാണ്. ഗർഭം എന്ന് പറയുന്ന ഗായില്ലേ, ഗാ. ആ ഗായാണ്. ഗായിൽ തുടങ്ങുന്ന ഗലാത്യർ. വെരി ഗുഡ് ജാനറ്റ്. ഗലാത്യർ നമുക്ക് ഒരു പുസ്തകം അതിൽ തുടങ്ങുന്നുള്ളൂ. ഗലാത്യർ. അടുത്ത നമ്പർ 9. ഇവിടെ തുടങ്ങിയിരിക്കുന്നത് മ എന്ന അക്ഷരമാണ്. മീഖ. മലാക്കി. കറക്റ്റ്. ഓക്കെ, നമുക്കിവിടെ 4 പുസ്തകങ്ങളാണ് മായിൽ തുടങ്ങുന്നത്. മത്തായി, മർക്കോസ്, മലാക്കി, മീഖ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അടുത്ത നമ്പർ 10. 10ൽ ഇവിടെ തന്നിരിക്കുന്നത് വ എന്ന അക്ഷരമാണ്. വരൂ എന്നൊക്കെ നമ്മൾ പറയുന്ന വ ഇല്ലേ, വ അക്ഷരമാണ്. വായിൽ തുടങ്ങുന്ന ബൈബിളിലെ പുസ്തകങ്ങൾ. വെളിപ്പാട് പറഞ്ഞില്ലയോ? വെളിപ്പാട് കറക്റ്റ്. വെളിപ്പാട് നോക്കട്ടെ. ഒന്നുകൂടെ. അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവർക്ക് പറയാം. വിലാപങ്ങൾ. വിലാപങ്ങൾ. കറക്റ്റ്. വെളിപ്പാട്, വിലാപങ്ങൾ എന്നാണ് വായിൽ തുടങ്ങുന്ന നമ്മുടെ പുസ്തകങ്ങൾ. അടുത്ത നമ്പർ. വെരി ഗുഡ്. അടുത്ത നമ്പർ 7.
ഏഴിൽ തുടങ്ങുന്നത് എ. എ എസ്തർ, എ എല്ലാവരും എന്നൊക്കെ നമ്മൾ എഴുതുന്ന എ ഇല്ലേ? ആ എ ആണ്. എസ്തർ, ബ്രയർ, ആ പെട്ടെന്ന് പറയണം, ഇത്രയും താമസിക്കരുത്. നമ്മൾ ചർച്ചിലൊക്കെ ബൈബിൾ പെട്ടെന്ന് എടുത്ത് വായിക്കേണ്ടവരാണ്. എഫേസ്യർ, ആ എഫേസ്യർ, എസ്തേർ, എഫേസ്യർ. അടുത്തത് എബ്രായർ, എബ്രായർ. അടുത്തത് ഞാൻ ഗ്ലൂ തരാം വേണമെങ്കിൽ. പഴയ നിയമം ഒരു പുസ്തകം കൂടെ ഉണ്ട്, പഴയ നിയമം. എബ്രായർ, അറിയത്തില്ല, അറിയാവുന്ന ആർക്കെങ്കിലും പറയാം. ഓക്കെ, വെരി ഗുഡ്. ആരാണ് ഇത് പറഞ്ഞത്? ചെയർപേഴ്സൺ ആണെന്ന് കുറിച്ചുകൊള്ളണം. എബ്രായർ, എഫേസ്യർ, എസ്തേർ, എസ്ര. നമുക്ക് അടുത്ത ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, ഒരു നമ്പർ കൂടെ ഉള്ളൂ. അതിനുശേഷം പ്രോഗ്രാം അവസാനിക്കുന്നതായിരിക്കും. ഒറ്റ നമ്പർ ആർക്ക് പറയാം? 7 ആണ് ഇപ്പൊ പറഞ്ഞത്. അടുത്തത് 8. ഓക്കെ, 8ല് തുടങ്ങിയിരിക്കുന്ന അക്ഷരം ഇവിടെ സായാണ്. സ. സായില് നമുക്ക് ഒത്തിരി പുസ്തകങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇനിയുണ്ട് നിയമം. ഗ്ലൂ തരുന്നു, പഴയ നിയമങ്ങളാണ്. നോക്കാതെ പറയണം കേട്ടോ. സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, സക്രിയാവ്. വെരി ഗുഡ്. സെഫന്യാവ്, സക്രിയാവ്, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, സങ്കീർത്തനങ്ങൾ, സംഖ്യാപുസ്തകം. വെരി ഗുഡ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ മാർക്ക് നമ്മുടെ ചെയർപേഴ്സൺ പറയുന്നതായിരിക്കും. എല്ലാവർക്കും പ്രൈസ് ഉണ്ട്. പ്രത്യേകമായി ഇതിൽ പങ്കെടുത്ത് ഇനി കൂടുതൽ നമ്മൾ അറിവുകൾ നേടുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നമ്മുടെ ചെയർപേഴ്സൺ അതിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമോ? ഞാൻ പറയുന്നത് കുറച്ച് 3.5 പോയിന്റ് ആയിരുന്നു. കേൾക്കാവോ? കേൾക്കാം. നേഹ വിജയുടെ ഡിവൈസ് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നാൻസി 2 പോയിന്റ്. സ്റ്റീഫൻ ഓക്കെ. പിന്നീട് അറിയിച്ചാൽ മതി. പിന്നീട് അറിയിച്ചാൽ മതി. ശിക്ഷ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നീട് അടുത്ത പ്രോഗ്രാം നടക്കും. കണ്ടിന്യൂ. താങ്ക് യു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി. അൽവിൻ ബ്രദർ കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്ത പ്രോഗ്രാം സോങ്ങിനായി ജാസ്മിൻ ഉണ്ടോ? തമിഴ് സോങ് ജാസ്മിൻ ആൻഡ് ഗ്രൂപ്പ്. ജാസ്മിൻ
എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു പ്രോഗ്രാം കൂടെ ബാക്കിയുണ്ട്. അത് ഗ്രൂപ്പ് സോങ് ആണ്. സിസ്റ്റർ പ്രസീല ആൻഡ് പാർട്ടി. Praise the Lord. അന്തരീക്ഷം പൂത്തുലഞ്ഞു, ജീവൻ പക്ഷിക്കൂടും കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടും പാടി. അന്തരീക്ഷം പൂത്തുലഞ്ഞു, ജീവൻ പക്ഷിക്കൂടും കെട്ടി, പൈങ്കിളികൾ കൂട്ടം കൂടി, ചെഞ്ചോല പാട്ടും പാടി. യേശുനാഥൻ വരവിനായി ദൂതഗണം വീണമിട്ടി, നക്ഷത്രങ്ങൾ കൺവെട്ടിനി. യേശുനാഥൻ വരവിനായി, യേശുനാഥൻ വരവിനായി ദൂതഗണം വീണമിട്ടി, നക്ഷത്രങ്ങൾ കൺവെട്ടിനി. യേശുനാഥൻ വരവിനായി അഴുക്കുകൾ പാട്ടുപാടി, പൂഞ്ചോല പുഞ്ചിരിച്ചു, ഓണങ്ങൾ നൃത്തമാടി. യേശുനാഥൻ വരവിനായി കാട്ടുകൾ പാട്ടുപാടി, പൂഞ്ചോല പുഞ്ചിരിച്ചു, ഓണങ്ങൾ നൃത്തമാടി. യേശുനാഥൻ വരവിനായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു. ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തന്നെ ആ കുഞ്ഞുങ്ങൾ ഒത്തിരി പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാമിലും പ്രിയ കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവ് ആകുവാൻ ഇടയായിത്തീർന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് നമ്മുടെ പ്രോഗ്രാം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് മാസ്റ്റർ നമ്മുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ ആൽവിൻ മാത്യു, യൂത്തിന്റെ സെക്രട്ടറി ബീന സിസ്റ്റർ, നമ്മുടെ മിനിസ്ട്രിയുടെ ചെയർമാൻ തോമശ്ശേരി അന്നങ്ങളുടെ കുടുംബം, അതുപോലെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമുകളിൽ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കാരണം ഏറ്റവും ലാസ്റ്റാണ്, ഇത് 1 വർഷം തികയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ട്, ഏറ്റവും നല്ല പരിപാടി അവതരിപ്പിക്കുന്നവർക്കുണ്ട്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിൽ കാണുവാനായിട്ട് എത്തുന്നവർക്കുണ്ട്. അതുപോലെ പ്രത്യേക ഒരു സമ്മാനമുള്ളത് ഏറ്റവും കൂടുതൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പാസ്റ്റർമാർക്ക്. അത് മിസ്സാവും തോന്നുന്നെങ്കിലും നമ്മളത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഏറ്റവും കൂടുതൽ പാസ്റ്റർമാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ ഈ 50 എപ്പിസോഡോളം 52 കാണും, ചിലപ്പോൾ അത് 51 വരെ ആകും. അപ്പൊ ഈ 51 ഇന്നിപ്പോ ഈ മീറ്റിംഗിൽ തന്നെ ഇപ്പൊ ഈ മാസം 3 മീറ്റിംഗ് വന്നു, 2 എന്നുള്ളത് 3 വന്നു. അതും നമ്മുടെ യൂത്തിന്റെ ഒരു ഭാഗ്യം അല്ലെ, നമുക്ക് മാത്രമേ അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പുതുവത്സരത്തിൽ 3 പ്രോഗ്രാം ഒരു മാസത്തിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടി. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുമ്പോൾ ഭാരവാഹികളായിട്ടുള്ളവരുടെ പ്രോഗ്രാമുകൾ ഏറ്റവും ലാസ്റ്റേ ഇടാവുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവത്തെ പോലെ കാണണം. പുതിയതായിട്ട് കയറി വരുന്ന പുതിയ ആളുകൾക്ക് ആദ്യം അവസരം കൊടുക്കണം. അവർ കയറാൻ താമസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെ വിളിക്കാവുള്ളൂ. അതുപോലെ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ ചാടി കയറി അവതരിപ്പിച്ച് സമയം എടുക്കരുത്. കാരണം നമ്മൾ സമയബന്ധിതമായിട്ട് നടത്തുന്നു. 9 തീരേണ്ട 9:20. അപ്പോൾ നമ്മൾ അത് അടുത്ത ആഴ്ചത്തേനും മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യണം. നമ്മുടെ ഒരു ഷോ ആയിട്ട് മാറരുത്. പുതിയ വെളിയിൽ നിന്നുള്ള യൂത്തിന് അവസരം നൽകുന്ന പ്രോഗ്രാമായിട്ട് മാറണം. നമ്മൾ കഴിവതും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുക, ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക, ആളുകളെ വിളിക്കുക, ക്ഷണിക്കുക, പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക. അതാണ് നമ്മുടെ ഭാരവാഹികളുടെ കടമ. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. ഇല്ലാത്ത സമയങ്ങളിൽ നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടി ബുദ്ധിപൂർവ്വം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ സമ്മാനങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് വീനാശിഷാണ് കൂടുതൽ ഏറ്റിരിക്കുന്നത്. അപ്പം അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തും. ഈ 1 വർഷം കഴിയുമ്പോഴത്തേനാണ്. നമ്മളിപ്പോ തുടങ്ങിയത് 11ാമത്തെ എപ്പിസോഡാണ്. ആദ്യം മുതലുള്ളത് നോക്കിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇന്നും മുതലുള്ളതല്ല. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ കയറുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ യൂത്തിന്റെ പ്രോഗ്രാം ഇന്നാണ് ശരിക്കും യൂത്തിന്റെ പ്രോഗ്രാമായ. യൂത്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾഡേഴ്സ് ആയിരുന്നു കൂടുതൽ അല്ലേ. ഞാൻ 1-2 പേരെ യൂത്ത് കാണത്തുള്ളൂ. യൂത്തിന്റെ ഭാരവാഹികൾ പോലും കാണാനില്ല. നമ്മൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പം ധാരാളം ഇത് കണ്ടു. പ്രത്യേകിച്ച് പ്രിസ്കില്ല വിജയ്, പേഴ്സീസ് വിജയ് നമ്മുടെ മെഗാ ടാലന്റ് ഷോയിലെ മിന്നും താരങ്ങളായിരുന്നു. അവരിപ്പോ 2-3 ആഴ്ചയായിട്ട് ഈ മീറ്റിംഗിൽ കയറിയതായിട്ട് നമുക്കൊരു ഉണർവ് ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്ന
ആൽവിൻ മാത്യുവിനെ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ യൂത്തിന്റെ സെക്രട്ടറി ബീന സിസ്റ്റർ പനിയാൽ വളരെയധികം ഇന്ന് പകല് വിളിക്കുമ്പോൾ പോലും സംസാരിക്കാൻ മേലെങ്കിലും ദൈവം വിടുതൽ കൊടുത്തു. ശ്രീ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം നല്ല വിജയമായി തീരുന്നുണ്ട്. സിസ്റ്ററിനെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കോൺട്രാക്ട് ചെയർമാനായിരിക്കും തോമസ് ചെറിയാൻ, എന്റെ കുടുംബം നല്ല പ്രോത്സാഹനമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും നമ്മളെക്കാളും ഉത്തരവാദിത്തത്തോടാണ് എപ്പോഴും മെസ്സേജ് എനിക്കും ബീന സിസ്റ്റർ ഫോളോ അപ്പ് ചെയ്യുമെന്നും പറയാം. അപ്പോൾ എന്തുമാത്രം ഇതിനെ നോക്കി കാണുന്നു, എന്തുമാത്രം ഇതിനെപ്പറ്റി ആഗ്രഹിക്കുന്നു, ഇതിന്റെ പുരോഗതി കാണുവാനായിട്ടെന്നുള്ളതാണ്. അതിനാണ് അങ്കിളിനെ പ്രത്യേകം മെൽക്കുട്ടി ആന്റി അവരുടെ കുടുംബമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓൾഡേഴ്സ് ആയിട്ടുള്ള സ്ഥിരം നമ്മുടെ മെമ്പർമാരുണ്ട്. ജാൻസി സിസ്റ്റർ ഉണ്ട്, ലതാ ഷായ് സിസ്റ്റർ ഉണ്ട്, ശൈലാബിന്യ ഉണ്ട്, സിനി ബാബു. ഇതുപോലെ ഇവരെ പ്രത്യേകം ഇവർക്ക് നന്ദി പറയുകയാണ്. കാരണം യൂത്ത് അല്ലെങ്കിലും ഇപ്പോഴും അവരുടെ മനസ്സ് യൂത്താണ്. പ്രായം കൊണ്ട് അവർ പ്രായമുള്ളവരായെങ്കിലും മനസ്സ് ഇപ്പോഴും യൂത്താണ്. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ചില സാഹചര്യങ്ങളിൽ അവരാണ് നിലനിർത്തുന്നത്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് പുതിയതായിട്ട് കടന്നു വന്ന് പരിപാടി അവതരിപ്പിച്ചവർ എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം നമുക്ക് അനുവദിച്ച് തന്ന മിനിസ്ട്രിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പോൾ ബ്രദറാണ് നമ്മുടെ മീഡിയയുടെ കോർഡിനേറ്റർ. പോൾ ബ്രദർ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ പോലും ഇതിന് നോട്ടീസുകൾ ഇടാനും ഫ്ലയർ അടിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തി ഈ പ്രോഗ്രാമിന് ഒരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ അതിമനോഹരമായ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. പോൾ ബ്രദറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും ധാരാളമായിട്ടും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം സർവശക്തനായ ദൈവത്തിന് ഇതുവരെ നമുക്ക് ഭംഗിയായിട്ട് നടത്തുവാൻ, ഈ പ്രോഗ്രാം മുടക്കം കൂടാതെ നടത്തുവാൻ സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് പ്രത്യേകം സണ്ണി പാസ്റ്റർ ഉണ്ട്, നമ്മുടെ യൂണിയൻ സെക്രട്ടറി ആദ്യം മുതലുണ്ട്, പിന്നീട് ആരുണ്ടെന്ന് ഞാൻ കണ്ടില്ല. സണ്ണി പാസ്റ്ററും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റു ദേവദാസന്മാരുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് ആമേൻ. ആമേൻ. ദൈവത്തിന്റെ അറിയിച്ച പ്രിയ ദേവദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. നല്ല നിർദ്ദേശങ്ങൾക്കായി നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ എനിക്കും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ കർത്താവ് യേശുക്രിസ്തു സഹായിച്ചു. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നെറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിന് മീറ്റിംഗിൽ പങ്കെടുക്കുവാനും കയറാനും പറ്റാതിരുന്നത്. അത് തന്നെ ദൈവനാമത്തിന് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ എനിക്ക് ചെയർപേഴ്സണായി ഒരുക്കി തന്ന പ്രിയ ട്രിനിറ്റി ഇന്റർനാഷണൽ യൂത്ത് പൊസിഷനുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എന്നെ ഓർത്ത് പഠിക്കുകയാണ്. DCA കോഴ്സാണ് പഠിക്കുന്നത്. അടുത്ത മാസം തന്നെ എന്റെ എക്സാം കൊണ്ട് പഠിക്കാം. നമ്മുടെ മീറ്റിംഗ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പാസ്റ്റർമാരും ഇല്ലെന്ന് വിചാരിക്കും. പഠിച്ച് അവസാനിക്കാനായിട്ട് തന്നെ പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് തന്നെ ക്ഷണിച്ചോളും. ആശീർവാദം പറഞ്ഞു. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ യൂത്ത് മീറ്റിംഗ് ഭംഗിയായി നടക്കുവാൻ ഹല്ലേലൂയ സഹായിച്ച കൃപകൾക്കായി അങ്ങേക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പ്രത്യേകം ലീഡ് ചെയ്ത പ്രിയ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഭാരവാഹികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയുടെ കോൺട്രാക്ട് ചെയർമാൻ തോമസ് ചെറിയാൻ അങ്കിളെ, വൈസ് പ്രസിഡന്റ് ബിനു ബ്രദറെ, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ മിനിസ്ട്രി സ്വന്തമായിട്ട് ഓരോ പ്രോഗ്രാമും ചെയ്തെടുക്കാൻ സഹായിക്കുന്നതിനായി വീണ്ടും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ കാണിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും താല്പര്യത്തെ മാനിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ നാമത്തിൽ ഒരു പാത്രം തന്നെ കുടിപ്പാൻ കൊടുത്താൽ ഹല്ലേലൂയ പ്രതിഫലം ലഭിക്കാതെ പോകയില്ല എന്ന് വചനം പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുമാറാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ മിഷൻ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെ അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് അത് സാധൂകരിക്കുമാറാക്കണം. അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം കൊടിയ ശീഘ്രത്തിൽ നടക്കുമാറാക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ പങ്കെടുത്ത എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് അൻപോടെ നടത്തുന്ന പരിശുദ്ധന്മാരുടെ കാവലും കൂട്ടായ്മ സഹവാസവും നാം നടത്തിയ പ്രോഗ്രാമിന്മേലും ദൈവത്തിന്മേലും ഹല്ലേലൂയ മിനിസ്ട്രിയുടെ മേലും ഇതിന്റെ നേർനിരയിലായിരിക്കും സർവ്വ ദൈവജനത്തിന്മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. നമുക്ക് ജയം നൽകിയ ദൈവത്തെ കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ.